ചെയ്തു കൂട്ടിയ തോന്നിവാസത്തിനുള്ള ശിക്ഷ എണ്ണി എണ്ണി അനുഭവിക്കുകയാണ് അമേരിക്കൻ ജനത. പ്രകൃതിക്ക് ഒട്ടും പരിഗണന നൽകാതെ ചൂഷണം ചെയ്ത് സമ്പാദ്യം വലുതാക്കിയതിന്, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മമാരെയും കൊന്നു തള്ളിയതിന്, ഗസയെ ചുട്ടെരിക്കാൻ ഇസ്രായേൽ എന്ന ചെകുത്താനോടൊപ്പം നിന്നതിന്, എല്ലാത്തിനും കൂടി പലിശയും പലിശയുടെ പലിശയുമടക്കം തിരിച്ചു കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അമേരിക്കയ്ക്ക്. പ്രകൃതി സംഹാര താണ്ഡവമാടി അമേരിക്കൻ മണ്ണിലേക്ക് പല രൂപത്തിലും കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം അമേരിക്കയ്ക്ക് പ്രകൃതി നൽകുന്ന ദുസ്സൂചനയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അമേരിക്കൻ മരുഭൂമി നഗരമായ ഫീനിക്സിൽ ആഞ്ഞടിച്ച പൊടിപടലങ്ങളുടെ ഭീമൻ മതിൽ ജനജീവിതം സ്തംഭിപ്പിച്ചു എന്ന വാർത്ത വളരെ ഞെട്ടലോടെയാണ് ആഗോള സമൂഹം കേട്ടുകൊണ്ടിരിക്കുന്നത്. പകൽ വെളിച്ചത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി നഗരത്തെ ഇരുട്ടിലാഴ്ത്തിയ ഈ പ്രതിഭാസം വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കുകയും ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക സിനിമകളിലെ രംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഈ കാഴ്ച അമേരിക്കയുടെ തെക്കുപടിഞ്ഞാറൻ മേഖലയിലെ വരണ്ട കാലാവസ്ഥയുടെ തീവ്രത വ്യക്തമാക്കുന്നതാണ്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ കാറ്റിന്റെ ഫലമായി രൂപപ്പെടുന്ന ഒരുതരം പൊടിക്കാറ്റാണ് ഹബൂബ്. അറബ് ഭാഷയിൽ അടിച്ചു വീശുക എന്ന അർത്ഥം വരുന്ന ഹബ്ബ് എന്ന വാക്കിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. വരണ്ട മരുഭൂമിയിലെ മണ്ണും പൊടിയും ശക്തമായ കാറ്റിൽ ഉയർന്നു പൊങ്ങുമ്പോൾ മൈലുകൾ നീളവും ആയിരക്കണക്കിന് അടി ഉയരവുമുള്ള ഒരു ഭീമാകാരമായ മതിൽ പോലെ ഇത് രൂപം കൊള്ളുന്നു. മണിക്കൂറിൽ 70 മൈൽ, ഏകദേശം 113 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശാൻ കഴിവുള്ള ഈ കാറ്റ് കാഴ്ചയെ പൂർണ്ണമായി മറയ്ക്കും. അരിസോണയിലെ മൺസൂൺ കാലത്ത് ഇത് സാധാരണമായ ഒരു പ്രതിഭാസമാണ്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലെ പ്രദേശങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഹബൂബ്. ഗിൽബർട്ട്, ഫീനിക്സ് തുടങ്ങിയ പ്രദേശങ്ങളിലായി 50,000-ഓളം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി നഷ്ടപ്പെട്ടു. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണതും വൈദ്യുതി ലൈനുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതുമാണ് ഇതിന്റെ കാരണം. റോഡിലെ കാഴ്ച ഏതാനും അടി ദൂരത്തേക്ക് മാത്രമായി കുറഞ്ഞതോടെ ഹൈവേകളിൽ ഗതാഗതം ഭാഗികമായി നിലച്ചു. വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ കൂടിയായപ്പോൾ സ്ഥിതി കൂടുതൽ സങ്കീർണമായി. വാഹനം ഓടിക്കുന്നവർ വാഹനം നിർത്തി ലൈറ്റുകൾ ഓഫ് ചെയ്ത് സുരക്ഷിതമായി ഇരിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പും നൽകേണ്ടി വന്നു. ഫീനിക്സ് സ്കൈ ഹാർബർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാന സർവീസുകൾ നിർത്തിവെച്ചു. കൊടുങ്കാറ്റിൽ വിമാനത്താവളത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. 62ഓളം വിമാനങ്ങൾ നിലത്തിറക്കേണ്ടി വന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പൊടിക്കാറ്റിനെ തുടർന്ന് അന്തരീക്ഷത്തിലെ വായുവിന്റെ ഗുണനിലവാരം അപകടകരമാം വിധം കുറഞ്ഞു. ഇത് ശ്വാസം മുട്ടൽ, ആസ്മ തുടങ്ങിയ രോഗങ്ങളുള്ളവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. നാഷണൽ വെതർ സർവീസിന്റെ കണക്കനുസരിച്ച് 2 ദശലക്ഷത്തിലധികം ആളുകളെയാണ് ഈ ദുരന്തം നേരിട്ട് ബാധിച്ചത്. ആഗസ്റ്റ് 27 മുതൽ ആഗസ്റ്റ് 29 വരെ ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്നും NWS പ്രവചിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും നഗരവൽക്കരണവും ഇത്തരം പ്രതിഭാസങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചേക്കാമെന്ന് പരിസ്ഥിതി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോൾ അടുത്തിടെ സംഭവിച്ച ഹബൂബ് അടക്കം അമേരിക്കയിൽ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുകയാണ്. മഴയും പ്രളയവും കാട്ടുതീയും കൊടുങ്കാറ്റും ഒക്കെ തന്നെ അമേരിക്കയിൽ ദുരന്തം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്ക ഫസ്റ്റ് എന്ന നയവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ രാജ്യത്തെ തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രകൃതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അമേരിക്കൻ ഐക്യനാടുകൾ തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണ് എന്ന കാര്യം അറിയാമല്ലോ. കൊടും ചൂട്, ഹബൂബ് പോലുള്ള കൊടുങ്കാറ്റുകൾ, പ്രളയം, കാട്ടുതീ, ചുഴലിക്കാറ്റുകൾ എന്നിങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ദുരന്തങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ആവർത്തിച്ചിട്ടുണ്ടാകുന്നുണ്ട്. ഇത് അവിടുത്തെ ജനജീവിതത്തെയും സമ്പദ് വ്യവസ്ഥയെയും ഗുരുതരമായി ബാധിക്കുന്നു. ചരിത്രപരമായി തന്നെ ചുഴലിക്കാറ്റുകളും കൊടുങ്കാറ്റുകളും അമേരിക്കൻ തീരങ്ങളിൽ സാധാരണമാണ്. എന്നാൽ സമീപകാലങ്ങളിൽ ഇവയുടെ തീവ്രതയും എണ്ണവും വർദ്ധിച്ചതായി ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി സമുദ്രോപരിതലത്തിലെ താപനില വർദ്ധിക്കുന്നതാണ് ചുഴലിക്കാറ്റുകളുടെ ശക്തി കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. കാലിഫോർണിയ പോലുള്ള പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന വരൾച്ച കാട്ടുതീക്ക് കാരണമാകുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ പലയിടങ്ങളിലും ആയിരക്കണക്കിന് ഏക്കർ വനങ്ങളാണ് കത്തി നശിച്ചത്. അതുപോലെ ചില സമയങ്ങളിൽ തീവ്രമായ മഴയും പ്രളയവും രാജ്യത്തിന്റെ പല ഭാഗങ്ങളെയും വെള്ളത്തിനടിയിലാക്കുന്നുണ്ട്. ഒരേ സമയം ഒരു ഭാഗത്ത് അതിശക്തമായ വരൾച്ചയും കാട്ടുതീയും നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് പ്രളയമുണ്ടാകുന്നു. ഇത് കാലാവസ്ഥാ മാറ്റം അമേരിക്കയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ്. ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും അമേരിക്ക ഫസ്റ്റ് എന്ന നയവുമായി അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യാനും അതിന് ഫണ്ട് കണ്ടെത്താനും സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ലോകരാജ്യങ്ങളുടെ സംയുക്തമായ പ്രവർത്തനങ്ങളിൽ നിന്ന് അമേരിക്ക വിട്ടുനിന്നത്
ചെയ്യുന്നത് മുൻപ് വലിയ വിമർശനങ്ങൾക്കും കാരണമായിരുന്നു. ഈ പ്രകൃതി ദുരന്തങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന കാര്യം. അല്ലെങ്കിൽ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾക്ക് പോലും പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചെന്ന് വരില്ല. അമേരിക്കയിൽ അടുത്തിടെയായി വർദ്ധിച്ചു വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന ആഗോള പ്രതിഭാസവുമായി ബന്ധപ്പെട്ടതാണ് എന്ന കാര്യം വ്യക്തമായി കാണുമല്ലോ. ഹബൂബ് പോലുള്ള പൊടിക്കാറ്റുകളും അതിശക്തമായ കാട്ടുതീ, പ്രളയം, കൊടുങ്കാറ്റുകൾ തുടങ്ങിയവ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളെയാണ് ഇന്ന് ബാധിച്ചിട്ടുള്ളത്. ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്നതിന് അമേരിക്കൻ ഭരണകൂടത്തിന്റെ നയങ്ങൾ എത്രത്തോളം കാരണമാകുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. ചരിത്രപരമായി അമേരിക്കയുടെ വ്യാവസായിക വികസനം ഫോസിൽ ഇന്ധനങ്ങളുടെ, അതായത് കൽക്കരി, എണ്ണ, പ്രകൃതിവാതകം എന്നിവയെ വളരെയധികം ആശ്രയിച്ചാണ് വളർന്നു വന്നിട്ടുള്ളത്. ഇത് വലിയ തോതിലുള്ള കാർബൺ പുറന്തള്ളലിന് കാരണമായി. കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രധാന കാരണമായ ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളലിൽ ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. വർഷങ്ങളായി അമേരിക്കൻ ഭരണകൂടങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ പല നയങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ചില ഭരണാധികാരികൾ ഈ പ്രശ്നങ്ങളെ ഗൗരവമായിട്ട് കാണുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് കാലാവസ്ഥാ ഉടമ്പടികളിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനങ്ങൾ ലോകരാജ്യങ്ങളുടെ ഇടയിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ചില രാഷ്ട്രീയ നേതാക്കൾ കാലാവസ്ഥാ വ്യതിയാനം ഒരു വലിയ പ്രശ്നമല്ലെന്ന് വാദിക്കുകയും ഫോസിൽ ഇന്ധന വ്യവസായത്തിന് അനുകൂലമായ നയങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഇത് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം സാവധാനത്തിലാക്കി. ഇതുകൂടാതെ പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്താത്തതും പ്രശ്നങ്ങൾ വർദ്ധിപ്പിച്ചു. നഗരവൽക്കരണവും വനങ്ങളുടെ നാശവും പ്രളയത്തിനും കാട്ടുതീക്കും വഴി തെളിയിച്ചു. ഇത്തരത്തിലുള്ള മനുഷ്യനിർമ്മിതമായ മാറ്റങ്ങൾ പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. അതേസമയം പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുകയും കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചില ഭരണകൂടങ്ങളെയും അമേരിക്കയിൽ നമുക്ക് കാണാൻ സാധിക്കും. സമീപകാലങ്ങളിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അമേരിക്കൻ സർക്കാർ കൂടുതൽ കർശനമായ നയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അമേരിക്ക നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണം ഭരണകൂടത്തിന്റെ നയങ്ങൾ മാത്രമാണെന്ന് പറയാനാകില്ല. ഇത് കാലാവസ്ഥാ വ്യതിയാനം എന്ന ഒരു ആഗോള പ്രശ്നത്തിന്റെ ഭാഗം കൂടിയാണ്. എന്നിരുന്നാലും ഒരു രാജ്യത്തിന്റെ നയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഈ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാനും അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാനും സാധിക്കും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അമേരിക്കൻ ഭരണകൂടം കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുകയും അവയെ നേരിടാൻ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അമേരിക്ക കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ പല രാജ്യങ്ങളോടും കാണിച്ച തെറ്റുകൾ ഇപ്പോൾ തിരിച്ചു കിട്ടുകയാണെന്ന് പറയുന്നവരുമുണ്ട്. പശ്ചിമേഷ്യയിലടക്കം ഇന്ന് നിൽക്കുന്ന പ്രതിസന്ധികളുടെ മൂലകാരണം അമേരിക്കയാണെന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. ചരിത്രപരമായി അമേരിക്കൻ ഐക്യനാടുകൾ ഒരു ആഗോള ശക്തിയായി ഉയർന്നു വന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ നയതന്ത്ര സൈനിക ഇടപെടലിലൂടെ തന്നെയാണ്. കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ അമേരിക്ക സ്വീകരിച്ച പല നയങ്ങളും ഇന്ന് അവർ നേരിടുന്ന ആഭ്യന്തര അന്താരാഷ്ട്ര പ്രതിസന്ധികളുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തപ്പെടാറുണ്ട്. ചില നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ അമേരിക്ക മുൻപ് മറ്റ് രാജ്യങ്ങളോട് കാണിച്ച ചില തെറ്റുകൾ ഇപ്പോൾ തിരിച്ചടിയായി മാറിയെന്ന് പറയുന്നു. വിയറ്റ്നാം യുദ്ധം മുതൽ ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങൾ വരെ നീളുന്ന സൈനിക ഇടപെടലുകൾ അമേരിക്കയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തിയിരുന്നു. ഈ യുദ്ധങ്ങൾ രാജ്യത്തിന് സാമ്പത്തികമായി വലിയ ഭാരം വരുത്തിവെച്ചു. കൂടാതെ നിരവധി അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ സൈനിക ഇടപെടലുകളുടെ ഫലമായി മധ്യപൂർവ്വ ദേശത്ത് നിലവിൽ വന്ന അസ്ഥിരത തീവ്രവാദ ഗ്രൂപ്പുകളുടെ വളർച്ചയ്ക്കും കാരണമായി. ഇത് ആഗോള സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തിയത്. അമേരിക്കൻ സാമ്പത്തിക നയങ്ങളും പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പല വികസ്വര രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ തകർത്തുകൊണ്ട് സാമ്പത്തിക ലാഭം നേടാൻ ശ്രമിച്ചു എന്ന ആരോപണം പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ നയങ്ങൾ ലോകത്തെ സാമ്പത്തിക അസമത്വം വർദ്ധിപ്പിച്ചു. അതിന്റെ ഫലമായി ആഗോളതലത്തിൽ അമേരിക്കൻ വിരുദ്ധ വികാരവും വർദ്ധിച്ചു. ആഭ്യന്തര പ്രതിസന്ധികളും വിദേശ നയങ്ങളും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടാക്കിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ചും അമേരിക്ക ഫസ്റ്റ് പോലെയുള്ള നയങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുന്നതായി പലരും പറയുന്നത് ഈ സാഹചര്യത്തിലാണ്. വിദേശ നയങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ പരാജയപ്പെട്ടു. മുൻപ് മറ്റു രാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന ചില നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ അമേരിക്കയിലും കാണാൻ സാധിക്കുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം രാജ്യത്തിന്റെ ദുർബലതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ചുരുക്കത്തിൽ അമേരിക്കയുടെ കഴിഞ്ഞകാല നയങ്ങളുടെ ഫലങ്ങൾ ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ പ്രതിഫലിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പാക്കാൻ വേണ്ടി അമേരിക്ക സ്വീകരിച്ച പല നയങ്ങളും ഇന്ന് അവർക്ക് തന്നെ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുകയാണ്. ഈ തിരിച്ചറിവ് അമേരിക്കയുടെ ഭാവി നയങ്ങളെ സ്വാധീനിക്കുമോ എന്നത് കാലം തെളിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് ഇപ്പോൾ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.